പത്തരമാറ്റിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അനാമികയും നവ്യയും കൂടി നല്ല വഴക്കാണ് അമ്പലത്തിൻ്റെ അവിടെ വെച്ചിട്ട്. എത്ര ആയാലും നീ പോകില്ലല്ലേടി, നിനക്ക് കാരണം നീ അന്തപുരി തറവാട്ടിൽ തന്നെ അങ്ങനെ പെറ്റ് കെടുക്കും. കാരണം നിനക്ക് വീട്ടിൽ ചെന്നിട്ടുണ്ടെങ്കിൽ അഷ്ടിക്ക് വകയില്ലാത്ത അച്ഛനും അമ്മയല്ലേടി, അതുകൊണ്ടല്ലേടി നീ നാണം കെട്ടിട്ടും പോവാത്തത്. നിൻ്റെ ഭർത്താവിനും അമ്മായിമ്മയ്ക്കും നിന്നെ കണ്ടുകൂടല്ലേടി എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. നിനക്ക് അഷ്ടിക്ക് വകയുണ്ടായിട്ട് നീ എന്തിനേണ്ടി എനിക്ക് താല്പര്യമില്ലാണ്ട് നീ പിന്നെ ഇവിടെ കടിച്ചു തൂങ്ങി കിടക്കുന്നത്? മാത്രമല്ല കോടീശ്വരിയായ നിൻ്റെ അച്ഛനും അമ്മയ്ക്കും ആദർശേൻ്റെ അമ്മ തന്ന സ്വർണ്ണം ആരോറിയാതെ നീ എന്തിനാ പണയം വയ്ക്കാൻ കൊടുത്തത് എന്ന് ചോദിക്കും. വിൽക്കാൻ കൊടുത്തതെന്ന് ചോദിക്കും. നീ കണ്ടോ എന്ന് ചോദിക്കും. ആ ഞാൻ കണ്ട്, എനിക്കറിയാടി സത്യങ്ങളൊക്കെ എന്ന് പറയും. ആദർശേട്ടൻ്റെ അമ്മനെ നീയും നിൻ്റെ അനിയത്തിനും അത് ചെയ്തതെന്ന് പറയും. എന്നാൽ നീ പോലീസിൽ കൊണ്ടുപോയി കേസ് കൊടുക്കടി. എന്നാൽ പോലീസുകാർ വരട്ടെ. പോലീസുകാർ വരുമ്പോൾ നിനക്കറിയാം നീയും നിൻ്റെ അമ്മയും പല തെറ്റുകളും ചെയ്തിട്ടുണ്ടെന്ന്. ആദർശേട്ടൻ്റെ അമ്മനെ ഹോസ്പിറ്റലിൽ കിടത്തിയതടക്കം പല തെറ്റും നീ ചെയ്തിട്ടുണ്ടെന്ന് ഞങ്ങൾക്കറിയാം. നീ അതുകൊണ്ട് കൂടുതലൊന്നും എന്നെ കൊണ്ട് പറയിപ്പിക്കാൻ നിൽക്കണ്ട എന്നും പറയുന്നുണ്ട്. പിന്നെ എനിക്ക് താല്പര്യമില്ലാണ്ടും എനിക്ക് നിന്നെ താല്പര്യമില്ലാന്ന് ഇനി പലരോടും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. എന്നിട്ട് കോടീശ്വരിയായ നീ എന്തിനാ ഇവിടെ കടിച്ചു നിൽക്കുന്നത്? അപ്പം നിനക്ക് അനന്തപുരി തറവാട്ടിലെ സ്വത്തിന് വേണ്ടിയിട്ടല്ലേടി നിനക്ക് നിൻ്റെ വീട്ടിൽ പോകൂടെ എന്ന് ചോദിക്കും. ഓ പിന്നെ എനിക്ക് ഈ അനന്തപുരി തറവാട്ടിൽ നിൽക്കാൻ ഒരു അധികാരം കൂടി ഉണ്ട്. എൻ്റെ വയറ്റിലൊരു കുഞ്ഞുണ്ട്, അവന് അതിനൊരു അച്ഛനും ഉണ്ടെന്ന് അറിയും. അതിൻ്റെ അച്ഛൻ അഭിയേട്ടനല്ലാന്ന് അഭിയേട്ടൻ എത്രയോ തവണ പറഞ്ഞിട്ടുണ്ട്. ഇതിനുള്ള മറുപടി ഞാൻ നിനക്ക് നേരത്തെ തന്നിട്ടുള്ളതാണ്. എൻ്റെ കുഞ്ഞിൻ്റെ അച്ഛൻ അഭി അല്ലെങ്കിൽ നിൻ്റെ അച്ഛനും അമ്മയ്ക്കും ജനിച്ചോളല്ല നീ. നിൻ്റെ അമ്മയ്ക്ക് ആ വിഹിത ബന്ധത്തിൽ ഉണ്ടായതുണ്ട് നീ എന്നും കൂടെ പറഞ്ഞപ്പോൾ ദേ അമ്പലം നോക്കൂല, നിൻ്റെ കാരണം ഞാൻ പോയിക്കും, എന്നാ വാടി എന്നും പറഞ്ഞു കഴിഞ്ഞിട്ട് എന്നെ തൊട്ടിട്ടുണ്ടെങ്കിൽ നിൻ്റെ മൂക്ക് ഞാൻ ഇടിച്ച് പരത്തുമെന്ന് പറഞ്ഞ് കൈ ചുരുത്തി നവ്യ നമ്മുടെ അനാമികയുടെ മൂക്കിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. നന്ദു തന്നതിനേക്കാളും വലുതായിട്ട് ഞാൻ തരും. അതല്ലാന്നുണ്ടെങ്കിൽ നിൻ്റെ വീട്ടിൽ കയറി അവൾ തല്ലും, അവൾ അറിയാലോ നിനക്ക്. ചവിട്ടി കൂട്ടിന്നൊക്കെ കേട്ടല്ല എന്ന് പറഞ്ഞ് ചോദിക്കും. അപ്പം നാണം കെട്ടും കഴിഞ്ഞിട്ട് അനാമിക വേഗം ചാടിത്തുള്ളി പോകും. പിന്നെ ഇങ്ങനെ ദേവയാനി ഇങ്ങനെ ആലോചിക്കുന്നു. അമ്പലത്തിൽ വെച്ച് നയനനെ കനക പിടിച്ച് കൊണ്ടുപോകുന്നതും അവൾക്ക് എന്തോ അസുഖമുണ്ട്, അവൾക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ട്. നിനക്ക് എന്താ അസുഖം, എന്നെപ്പോലെ നിനക്ക് എന്തെങ്കിലും അസുഖം ഉണ്ടോ എന്നൊക്കെ ചോദിക്കുകയും ചെയ്തു ദേവയാനി. അതൊക്കെ ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ ദേവയാനി ഇങ്ങനെ ഇട്ട് കറക്കിക്കൊണ്ടേയിരിക്കുന്നു. അതേസമയം തന്നെ മുത്തശ്ശിയും വരുന്നുണ്ട്. ഹോസ്പിറ്റലിൽ പോയി ചെക്കപ്പ് നടത്തിയിട്ട് എന്തായി അച്ഛാന്ന് ചോദിക്കുമ്പോൾ എല്ലാ റിസൾട്ടും 2-3 ദിവസം കഴിഞ്ഞിട്ടുള്ളൂ, എല്ലാ ചെക്കപ്പും കഴിഞ്ഞിട്ടുണ്ട് മോളെ, ഒന്നും പറയാറായിട്ടില്ല എന്ന് പറയും. അതൊക്കെ പോട്ടെ, നീ എന്തിനാണ് അമ്പലത്തിൽ പോയെന്ന് ചോദിക്കും. അത് അവർ മലയ്ക്ക് പോയത് കൊണ്ട് പോയാണ്, അവർ ദർശനം കഴിഞ്ഞ് ഇറങ്ങിയെന്ന് പറഞ്ഞ് ആദർശ് വിളിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ അമ്പലത്തിൽ പോയപ്പോൾ അവളെ കണ്ട് നയനനെ, അവൾക്ക് വല്ല അസുഖം ഉണ്ടോ എന്ന് ചോദിക്കും. അപ്പോൾ മുത്തശ്ശി ഇങ്ങനെ പെട്ടെന്ന് മിണ്ടാണ്ട് നിൽക്കും. അല്ല കനക അവളെ പിടിച്ചുകൊണ്ട് നടക്കണാണ്ട് അതുകൊണ്ട് ചോദിച്ചാണ്. അതുപോലെ തന്നെ അവൾക്ക് ഇവിടെ അച്ഛനും അമ്മയും സ്വർണ്ണമൊക്കെ കൊടുത്ത് അതൊക്കെ പോട്ടെ എന്ന് വിചാരിക്കാം. അവളുടെ വീട്ടിൽ പോയി കൊണ്ടുകൊടുത്തതിൻ്റെ കാരണം എന്താ, അതിൻ്റെ പിന്നിൽ വേറെ എന്തെങ്കിലും കാരണം ഉണ്ടോ എന്ന് ചോദിക്കും. അത് മോള് ഇവിടുന്ന് മനസ്സും മടുത്തിട്ട് പോയതെന്ന് ഞങ്ങൾക്ക് തോന്നി, അങ്ങനെ മനസ്സും മടുക്കാണ്ടിരിക്കാനും തിരിച്ചിങ്ങോട്ട് വരാനും വേണ്ടിയിട്ട് കൊടുത്താണെന്ന് മുത്തശ്ശി പറയും. ആദർശ് വരുമ്പോൾ നയനനെ ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് വരാൻ നീ പറയണം എന്ന് മുത്തശ്ശൻ പറഞ്ഞപ്പോൾ ഞാനൊന്നും പറയില്ല എന്ന് പറയും. അതെന്താ, അത് ഏറ്റവും കൂടുതൽ അവകാശം നിനക്കാണത് പറയാൻ, അതെന്താ അങ്ങനെയെന്ന് ദേവയാനി ചോദിക്കുമ്പോൾ പെട്ടെന്ന് മുത്തശ്ശൻ വിഷയം മാറ്റും. എന്തായാലും ഞാനൊന്നും പറയുന്നില്ല, വിളിച്ചുകൊണ്ട് വരാമെന്ന് പറയും. നീ എന്തിനാ മോളെ അമ്പലത്തിലേക്ക് പോയത്, എനിക്ക് നടക്കാറായോ എന്നൊക്കെ ചോദിച്ച് മുത്തശ്ശി ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നുണ്ട്. ഇതേ സമയം തന്നെ അബി ഞൊണ്ടി നടന്നൊരു കട കാണുന്നുണ്ട്. ഒരു പെട്ടിക്കടയാണ്. അവിടേക്ക് ചെന്നു. ഭാഗ്യം എന്ന് പറയും. ചേട്ടാ ഒരു ചായ തരുമെന്ന് ചോദിക്കും. ചായയൊക്കെ തരാം, കയ്യിൽ കാശുണ്ടോ എന്ന് ചോദിക്കും. കാശും പേഴ്സും മൊബൈലും ഒക്കെ ഒരു അമ്പലത്തിൽ വെച്ച് കിടന്നുറങ്ങിയപ്പോൾ മോഷണം പോയി ചേട്ടാന്ന് പറഞ്ഞപ്പോൾ ആ അമ്പലം മോഷണത്തിൻ്റെ സ്ഥലമാണ്, അവിടെ ഉള്ളവരൊക്കെ കള്ളന്മാരാണ്. പക്ഷേ നിനക്ക് ചായ ഞാൻ തരില്ല, കാരണം നിന്നെ കണ്ടാലറിയാം നീ എന്തോ തെറ്റൊക്കെ ചെയ്തിട്ടാണ് അമ്പലത്തിലേക്ക് വന്നത്, അതുകൊണ്ടാണ് നിനക്ക് ഭഗവാനെ കാണാൻ പോകാൻ തടസ്സങ്ങൾ വരുന്നത്. അങ്ങനെയുള്ള നിനക്കൊരു ചായ തന്നാലേ ഭഗവാൻ എന്നോട് ക്ഷമിക്കില്ല എന്ന് പറയും. ചേട്ടാ ഒരു ഗ്ലാസ് വെള്ളമെങ്കിലും താ ചേട്ടാന്ന് പറയും. ഒരു ഗ്ലാസ് വെള്ളം വേണമെങ്കിൽ നിനക്ക് അതും തരാൻ പാടില്ല, പക്ഷേ വെള്ളം ഇതുകൊണ്ട് ഒന്ന് എടുത്ത് കൊടുക്കടാന്ന് പറഞ്ഞൊരു ഗ്ലാസ് വെള്ളം കൊടുക്കും. ഞാൻ അനന്തമൂർത്തി ജ്വല്ലറിയിലെ മൂർത്തി സാറിൻ്റെ കൊച്ചുമോനെന്ന് പറയുമ്പോൾ അവരെല്ലാവരും പൊട്ടിച്ചിരിക്കും. നിന്നെ കണ്ട ഒരു കള്ളലക്ഷണമാണല്ലോ എന്നൊക്കെ പറഞ്ഞ് അവർ കൂടുതൽ പൊട്ടിച്ചിരിക്കുന്നത്. വെള്ളം കുടിച്ചതിന് ശേഷം അബിക്ക് വേറെ ചായയും മറ്റൊന്നും കൊടുക്കില്ല. വേണമെങ്കിൽ നീ ആ വേറെ അവിടേക്കാൻ പോയി നിന്ന് ഇവിടെ നിൽക്കണ്ട, ഇവിടെ പലർക്കും ഞാൻ വെള്ളവും ചായയും ഇതുപോലെ കൊടുത്തിട്ടേ ഒടുവിൽ എൻ്റെ പണപ്പെട്ടിയും കൊണ്ടുവന്ന് മുങ്ങിയത്. ഞാനേ കുറച്ച് ലോറിക്കാർക്ക് വേണ്ടിയിട്ട് ഈ കട നടത്തുന്നതാണ്, അല്ലാതെ നിന്നെപ്പോലെ കള്ളം ചെയ്തിട്ട് വരുന്നവർക്ക് ചായ കൊടുക്കാനുള്ള അല്ലാന്നും പറഞ്ഞ് അബിയെ അവിടെ നിന്ന് ആട്ടി ഓടിക്കും. പിന്നീട് നയനനെയും ഗോവിന്ദനെയും നന്ദുവിനെയൊക്കെയാണ് കാണിക്കുന്നത്. അമ്പലത്തിൽ വെച്ച് അമ്മായിമ്മനെ കണ്ട കാര്യം കണ്ടിട്ട് എന്താ ഒരു നല്ല വാക്ക് പോലും ചോദിച്ചില്ല. എന്ത് പറ്റിയെന്ന് ചോദിച്ചില്ലേ, അത് ഞാൻ മോളെ ചേർത്ത് പിടിച്ച് നടത്തിയേക്കണ കൊണ്ടല്ലേ. കൂട്ടത്തിൽ ജലജ എങ്ങനെ ചോദിച്ചു വിശേഷം ഉണ്ടോയെന്ന്. ദൂഷിച്ചതാവല്ലേ അവരുടെ വായന അങ്ങനെയൊക്കെ വരുള്ളൂ എന്ന് നമ്മുടെ ഗോവിന്ദനും പറയും.
അതിനുശേഷം ചേച്ചിക്ക് ഞാനാണ് അവർക്ക് കരൾ കൊടുത്തതെന്ന് അവർക്ക് അറിയില്ലല്ലോ അച്ഛാ അമ്മേ, പിന്നെ എങ്ങനെയാണ് അവർ എന്നെ സ്നേഹിക്കുക എന്നും പറയുന്നുണ്ട്. ആദർശേട്ടൻ മലയ്ക്ക് പോയി വന്നാൽ എന്നോട് അങ്ങോട്ട് ചെല്ലണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്തായാലും തൽക്കാലം ഞാൻ പോകുന്നൊന്നുമില്ല എന്ന് പറയും. കരൾ തന്നത് ഇപ്പോൾ ചേച്ചിനെന്ന് അറിഞ്ഞാൽ ആ കരൾ തിരിച്ചെടുത്തോളാൻ ആ ഡോക്ടറോട് അവർ ചെന്ന് പറയുള്ളൂ, അല്ലാതെ ചേച്ചീനെ അവർ സ്നേഹിക്കുന്നില്ല. അങ്ങനത്തെ ഒരു മനുഷ്യജന്മമാണെന്ന് പറയും. അതുപോലെ തന്നെ അബിയുടെ കാര്യവും പറയും. അബി എന്തെല്ലാം കള്ളങ്ങൾ ചെയ്ത് മാലിയിട്ടിട്ടല്ലേ മോളെയും കൊണ്ട് ഇങ്ങോട്ട് വന്ന് നമ്മുടെ മുന്നിൽ അഭിനയിച്ചതും നമ്മളെ പറ്റിച്ചതും. അതിനൊക്കെയുള്ള ശിക്ഷയാണ് ഭഗവാൻ കൊടുക്കണേന്ന് പറയും. ആ സമയത്ത് ആദർശ് വിളിക്കുന്നുണ്ട്. എവിടെ എത്തിയെന്ന് ചോദിക്കും. ഇപ്പോൾ തൊഴുതൊക്കെ ഇറങ്ങി. അബിയുടെ കാര്യം, അബിനെ ഞങ്ങൾ അമ്പലത്തിൽ ഇരുത്തിയേക്കാണ്. അവൻ്റെ ഫോണിൽ വിളിച്ചിട്ട് കിട്ടുന്നില്ല, സ്വിച്ച് ഓഫാണ്. അവിടേക്ക് കുറച്ച് നടക്കാനുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അവിടെ ഇരുത്തണ്ടായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ പിന്നെ വേറെ എന്താ ചെയ്യാനാണ്, അവിടെ ഇരുത്താണ്ട് വേറെ മാർഗ്ഗമൊന്നുമില്ലല്ലോ എന്ന് പറയും. പിന്നെ എന്തായാലും പോണ വഴിക്ക് അവനെ കൂട്ടി വിളിച്ച് പോകാം, അല്ലാതെ വേറൊരു മാർഗ്ഗമില്ല എന്ന് പറയും. അതിനുശേഷം വീണ്ടും അവരിങ്ങനെ അന്വേഷിച്ച് നടക്കണം. അവനെ കാണാണ്ടാവും പറയും. അവനെ കൊണ്ടുവരണ്ടായിരുന്നു, ഇപ്പോൾ അവനില്ലാതെ വീട്ടിലേക്കും പോകാൻ പറ്റാത്ത അവസ്ഥയായല്ലോ എന്ന് ജയനും ഒക്കെ പറയുന്നുണ്ട്. അച്ഛൻ്റെ കൂടെ ഉണ്ടെങ്കിൽ അവൻ ഇത്തിരി കൂടെ മര്യാദയിൽ വന്നേനായിരുന്നു. ഇതിപ്പോൾ നൊയമ്പും മര്യാദയ്ക്ക് എടുത്തിട്ടില്ല, കള്ള ലക്ഷണമാണ്, എന്ത് ചെയ്യാനാണ് എന്നും പറഞ്ഞ് ഇങ്ങനെ ഒരുത്തനെയും കൊണ്ട് പോയില്ലേ എന്നൊക്കെ പറഞ്ഞ് അവർ അന്വേഷിച്ചൊക്കെ നടക്കണം. മൊബൈലാണെങ്കിൽ സ്വിച്ച് ഓഫ്. ഇതേ സമയം തന്നെ ഒരു ഹോട്ടലിൽ കയറി കഴിഞ്ഞിട്ട് ഭക്ഷണം അങ്ങോട്ട് തട്ടി വിടുന്നു നല്ലോണം. അതിപ്പോൾ എത്രാമത്തെ തീറ്റയാണ് എന്ന് മുതലാളി അവിടുത്തെ സ്റ്റാഫിനോട് ചോദിക്കുന്നുണ്ട്. രണ്ടാമത്തേന്ന് പറയും. ഇപ്പോൾ തന്നെ ഒരു ഡബിൾ ഓംലേറ്റാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നതെന്ന് പറയും. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് കാശില്ല എന്ന് പറഞ്ഞാൽ തരില്ല, അപ്പോൾ പിന്നെ ഇതല്ലാതെ വേറൊരു മാർഗ്ഗമില്ല എന്നും പറഞ്ഞിട്ടാണ് അബി ആ ഭക്ഷണം കഴിക്കുന്നത്. ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ട് അബി കാലുമേലാണെങ്കിൽ മസിലും കയറി, എന്നാലും പതുക്കെ ഇറങ്ങി ഓടാൻ നോക്കുന്നുണ്ട്. എടാ ഭക്ഷണം കഴിച്ചിട്ട് കാശ് തരാണ്ട് ഇറങ്ങി ഓടലടാ കള്ള എന്നും പറഞ്ഞ് പിടിച്ച് വലിച്ച് കൊണ്ടുപോവുകയാണ്. അയാൾ കൊണ്ടുപോയിട്ട് ചേട്ടാ എന്നെ നാണം കെടുത്തല്ലേ, എൻ്റെ പൈസ ഇല്ല എൻ്റെ കയ്യിൽ, അതുകൊണ്ടാണ് ഞാൻ എൻ്റെ പണമൊക്കെ പോക്കറ്റ് അടിച്ച് പോയി കള്ളന്മാർ കൊണ്ടുപോയി. ഇതൊക്കെ കുറേ കേട്ടിട്ടുള്ളതാണ്ടാ, ഇതൊന്നും ഇവിടെ ചിലവാവില്ല. നീ ഒരു കാര്യം ചെയ്യുന്നു, വൈകുന്നേരം ആവണവരെ ഈ മേശൊക്കെ തുടച്ച് ഗ്ലാസും കഴുകും, നിനക്കുള്ള പണി. നിനക്ക് ഉച്ചയ്ക്ക് ഭക്ഷണമൊന്നും തരില്ല, അപ്പോൾ കുറച്ചെങ്കിലും കാശ് കിട്ടും, അത് കഴിയുമ്പോൾ നീ ഇവിടെ നിന്ന് പൊക്കോളാൻ പറഞ്ഞു. അങ്ങനെ എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിച്ച് അബി അവിടെയൊക്കെ തുടക്കിന്. ആ സമയത്ത് ഒരു പോലീസുകാരൻ വന്ന് ചായയും ഒരു വടയും ഓർഡർ ചെയ്യും. അതിനുശേഷം അബിനെ ഇങ്ങനെ നോക്കുമ്പോൾ അവൻ ഇന്നുവരെ കണ്ടിട്ടില്ലല്ലോ എന്ന് പറയും. എൻ്റെ പൊന്ന് സാറേ, ഇന്ന് കയ്യിൽ കാശില്ലാണ്ട് ഭക്ഷണം കഴിച്ച് ഇവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ നോക്കിയതാ, ഞങ്ങൾ പിടിച്ച് ഇന്നത്തെ പണി കൊടുത്തു എന്ന് പറയും. അതിനുശേഷം നീ ഏതാടാന്നൊക്കെ ചോദിക്കും. നീ എന്തായാലും ഇവിടെ പണിയെടുക്കണ്ട, നീ വായോ, നീ ഇന്നലത്തെ മോഷണ സംഘത്തിൽ നിൻ്റെ മുഖം ഉണ്ടോയെന്ന് CCTVയിൽ കണ്ടതായിട്ട് ഞാൻ ഓർക്കുന്നുണ്ട്. അതായാലും നിന്നെ സ്റ്റേഷനിൽ കൊണ്ടുപോയി ഒന്ന് ചോദ്യം ചെയ്യുന്നുണ്ട്. അപ്പോൾ സാർ സ്റ്റേഷനിൽ കൊണ്ടുപോകാൻ മാത്രം ഒരു തെറ്റും ഞാൻ ചെയ്തിട്ടില്ല. അപ്പോൾ തന്നെ നമ്മുടെ ഹോട്ടലിലെ മാനേജർ പറയുന്നത്, ദൈവമേ മൂർഖനെയാണോ ഞാൻ ചവിട്ടിയത്, ഇവനെയാണോ ഞാൻ പിടിച്ച് ഇവിടെ പണി കൊടുത്തതെന്നൊക്കെ ആലോചിച്ച് അയാൾ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നുണ്ട്. എന്തായാലും അബിനെ പോലീസുകാരൻ പിടിച്ച് വലിച്ച് നമ്മുടെ വണ്ടിയിൽ കയറ്റി ഇരുത്തിയിരിക്കുന്ന ഒരു ഭാഗത്തോടെയാണ് എപ്പിസോഡിൻ്റെ അവസാന ഭാഗം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.